നമസ്കാരം, പുതിയൊരു എപ്പിസോഡുമായി മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള പ്രസന്റഡ് ബൈ ഡോക്ടർ സിന്തോസ് സൗശ്രുതി ക്ലിനിക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മഴയുള്ള ദിവസം അല്ലേ? അതെ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇത്തിരി കൂടുതൽ മഴയുണ്ട്, വെള്ളത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ ജോലിക്ക് പോകാനായിട്ടൊരു മടി ഉണ്ടാകും. അതെ, ഈ തണുപ്പത്ത് നല്ല പതപ്പിൽ മൂടി പുതച്ചൊന്ന് ഉറങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്കിന്ന് ജോലിക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യും? പോകണം. അതെ, അപ്പം മടിയില്ലാതെ എല്ലാവരും അവരവരുടെ ജോലിയും തിരക്കിലേക്കൊക്കെ കടക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള തുടങ്ങാം. അപ്പം മേഘ, നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ? ഇപ്പോൾ ചേച്ചി മഴേനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം മഴേനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഡാമുകളെ കുറിച്ചായിരുന്നു. ഓ ശരിയാണ്, നമുക്ക് ഈ അതിശക്ത മഴ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡാമിന്റെ കാര്യമാണ് ആദ്യം മനസ്സിൽ വരിക. ശരിയാണ്, പേടിയാണല്ലേ? ചില ഡാമുകളുടെ കാര്യം ഓർക്കുമ്പോൾ പേടി തോന്നും. പക്ഷേ അതിനേക്കാളും വലിയൊരു ഡാമിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. ഒരു 4 വർഷത്തെ പ്ലാനിങ്ങിലൊടുവിൽ പൂർത്തീകരിച്ച ഒരു ഡാമാണിത്. ഗോർജസ് ഡാം എന്നാണ്. ഓക്കെ, ഞാൻ ഓർക്കുന്നുണ്ട്, ദ 3 ഗോർജസ് ഡാം അല്ലേ, ഇൻ ചൈന. ഞാൻ എവിടെയോ അത് വായിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു പട്ടികയിലുള്ള ഒരു ഡാമാണ് ഇത്. അവരുടെ ഏറെ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു ഡാം പൂർത്തീകരിക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ അറിയണമെന്നില്ലേ? അതെ അതെ, ഡാം എന്ന് കഴിഞ്ഞു, അതിൻ്റെ കമ്മീഷൻ ആയത് എന്ന് ഇയറാണ്? പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് എന്താണ് മണ്ണൊലിപ്പോ, വെള്ളപ്പൊക്കം, അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം കൊണ്ടുവന്നത്. പക്ഷെ അത് പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കുറച്ച് അവിടുത്തെ ആ പ്രദേശത്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തോ ആളുകൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ റേസ് ചെയ്തിരുന്നതായിട്ട് ഞാൻ എന്തോ വായിച്ചിരുന്നു. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയി വരാം. 3 ഗോർജസ് അണക്കെട്ട് ചൈനയിലെ ഹ്യൂബ പ്രവിശ്യയിൽ യാങ്സി നദിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ അണക്കെട്ടാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമാണ്. ചൈനയിലെ ഹ്യൂബ പ്രവിശ്യയിലെ യാങ്സി നദിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാനമായും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക, ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. 22,500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനാണ്. ദശാബ്ദങ്ങളെടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത 0.06 മൈക്രോ സെക്കൻഡുകൾ കുറച്ചതായി നാസയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അണക്കെട്ടിൻ്റെ റിസർവോയർ നിർമ്മിക്കാൻ മാത്രം 1.4 ദശലക്ഷം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ഇത് റിസർവോയർ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയും കൃഷിയിടങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നുകൂടിയാണ്. അപ്പം നല്ലൊരു ഇൻഫർമേഷൻ ആണ് അല്ലേ? GK നമുക്കും വലിയവർക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ ആയാലും ഒരു ജനറൽ നോളജ് ആണ്. അത് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ഡാമുകളുടെ പേരൊക്കെ നമുക്ക് മെയിനായിട്ട് അറിയത്തുള്ളൂ. വേൾഡിലോട്ട് വരെ പോയി. ഇനി അടുത്ത് നമ്മൾ പോണത് പിന്നെ നമ്മൾ തൃശ്ശൂരേക്ക് തന്നെയാണ് പോണത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വടക്കുന്നാഥന്റെ അതെ അതെ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ തൃശ്ശൂർ തന്നെ പല സ്ഥലങ്ങളിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ കാണാൻ വടക്കുന്നാഥനും റൗണ്ടും മാത്രമല്ല, നിരവധി സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചേച്ചി ഒരു തൃശ്ശൂർകാരി? അതെ അതെ, തൃശ്ശൂർകാരി തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ കുറേ സ്പോട്ടുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഒരു മെയിൻ സ്പോട്ടാണ് അതിരപ്പള്ളി വാഴച്ചാൽ. അത് എല്ലാവർക്കും അല്ലേ, ഒരുപാട് പേര് പോയിട്ടുണ്ട് എല്ലാ വർഷവും. ഈ ടൈമിലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. എസ്പെഷ്യലി ഈ മഴയുടെ സമയത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ആ ഒരു വാട്ടർഫോള്. അത് സമയത്ത് എത്ര ആളുകളാണ് വന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. പോവാം. നമുക്കൊന്ന് തൃശ്ശൂരിൽ പോയാലോ? തൃശ്ശൂരിൽ വരുന്ന സഞ്ചാരികൾക്ക് ഈ പ്രദേശത്ത് ധാരാളം കാഴ്ചകളുണ്ട്. തൃശ്ശൂരിന്റെ അഭിമാനമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനും പുറമെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന നിരവധി മനം മായ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ ജില്ലയിൽ. തൃശ്ശൂരിൽ എന്താണ് കരുതി വെച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. വടക്കുന്നാഥൻ ക്ഷേത്രവും പൂരവും ഒരു കാരണവശാലും അവയെ വേർതിരിക്കാനാവില്ല. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബാഹുബലി സിനിമയിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇതൊരു അറിയപ്പെട്ട സ്ഥലമായിരുന്നു. എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു ശേഷം വെള്ളച്ചാട്ടങ്ങളുടെ പ്രശസ്തി അതിരുകടന്നു. നഗരത്തിൽ നിന്നും 52.7 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം. ഷോളാർ ചെക്ക് പോസ്റ്റിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കും. അത് കഴിഞ്ഞ് അതിരപ്പള്ളിയിൽ നിന്നും 5 കിലോമീറ്ററും ചാലക്കുടി പട്ടണത്തിൽ നിന്നും 36 കിലോമീറ്ററും അകലെയാണ് വാഴച്ചാൽ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഒരു ദിവസം കൊണ്ട് സന്ദർശിക്കാം. ഇരുവശങ്ങളും പച്ചപ്പ് നിറഞ്ഞ റോഡുകളിലൂടെയാണ്
സഞ്ചരിച്ച് ഈ അത്ഭുതകരമായ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയുക. പിന്നെ ചാപ്പ വെള്ളച്ചാട്ടം 70 അടി ഉയരത്തിൽ നിന്നും വെള്ളം താഴത്തേക്ക് പതിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള ഇടുങ്ങിയ പാലത്തിലൂടെ നടന്നാൽ വെള്ളത്തിന്റെ വളരെ അടുത്തെത്താം. പിന്നെ വടക്കാഞ്ചേരിയിലുള്ള വാഴാനി അണക്കെട്ട് കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഉയർന്ന കുന്നുകളും സമീപത്തുള്ള പച്ചപ്പ് നിറഞ്ഞതുകൊണ്ട് അണക്കെട്ടിന്റെ ഭംഗി വർദ്ധിക്കുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം വസ്തുവിദ്യയാലും മികവ് പുലർത്തുന്ന ഈ ഗംഭീര ക്ഷേത്രം തൃശൂർ ടൗൺഷിപ്പ് പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരമധ്യത്തിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് 25.7 കിലോമീറ്റർ അകലെയാണ് ഇത്. കിഴക്ക് നിന്നും വരുമ്പോൾ നിങ്ങൾക്ക് ദേവസ്വം മ്യൂസിയം കാണാൻ കഴിയും. പുന്നത്തൂർ ആന ക്യാമ്പും ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ്. തൃശ്ശൂരിനെ പറ്റി ഇത് മാത്രമല്ല പറയാനുള്ളത്, നിരവധി വിശേഷങ്ങളും സ്ഥലങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ഭംഗിയല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഞാൻ പോയിട്ടുണ്ട്, അതിരപ്പള്ളി വാഴച്ചാലൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ തൃശ്ശൂരിന്റെ ഭംഗികൾ നിറയെ സിനിമകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹെവി വാട്ടർഫോൾ, ഈ അതിശക്ത മഴ എന്നൊക്കെ കഴിയുമ്പോൾ പിന്നെ അവിടെ ഭയങ്കര തിരക്കാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേക ഒരു സ്പെഷ്യാലിറ്റിയാണ് കാണാൻ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പോൾ അത് ഇനിയും അല്ലേ ഒരുപാട് അവസരങ്ങൾ, യാത്രകൾ ആസ്വദിക്കുന്നവർക്ക് ഇതൊരു അടിപൊളി സ്പോട്ടായിരിക്കും. എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ ടൂറിസ്റ്റ് ഹൗസ് നമ്മൾ സ്റ്റേ ഉണ്ട്, സ്റ്റേക്കേഷൻ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഗസ്റ്റ് ഹൗസസ് ഒക്കെ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെരി നിയർ ടു ദീസ് പ്ലേസസ്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ ഈ അടുത്ത് പോയിരുന്നു ഒരു. അപ്പോൾ അതിങ്ങനെ ഹൈറ്റിലാണ് ആ വീട് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വാഴച്ചാൽ അതിരപ്പള്ളിയൊക്കെ കാണാം. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക എല്ലാവരും അല്ലേ. യാത്ര ഇഷ്ടപ്പെടുന്നവർ ആ സ്ഥലങ്ങളൊക്കെ പോയി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ നന്നായിട്ട്. ചേച്ചി ഈ കെട്ടുകഥകളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസമല്ല, കഥകളേറ്റും കേൾക്കാൻ ഇഷ്ടമാണ്. വിശ്വസിക്കുന്നൊന്നുമില്ല അങ്ങനെയൊന്നും. നമുക്ക് കേൾക്കാൻ പക്ഷേ രസമാണല്ലോ. ചില കഥകളൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കാൻ നമുക്ക് താല്പര്യം തോന്നും. ചില കഥകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചില കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വിശ്വാസമായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ കെട്ടുകഥയും ഈ അന്ധവിശ്വാസവും കൂടെ കലർന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഒടിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മുടെ മോഹൻലാലിന്റെ സിനിമ നമുക്ക് അതാണ് നമുക്ക് ഒടിയൻ. അതേപോലെ ഒരു റിയൽ മനുഷ്യൻ നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷം നമുക്കൊന്ന് അറിഞ്ഞാലോ? അറിഞ്ഞിട്ട് വരാം. നിങ്ങൾ ഒടിയൻ എന്ന് കേട്ടിട്ടുണ്ടോ? വേണ്ടി വന്നാൽ ഒരാളെ കൊലപ്പെടുത്താൻ മടിക്കാറില്ല. അതെ, ഒടിയൻ എന്നത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമാണ്. രാത്രികാലങ്ങളിൽ രൂപം മാറി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒടിയനെ സങ്കല്പിക്കുന്നത്. പ്രത്യേക മരുന്നുകൾ പുരട്ടി മന്ത്രം ചൊല്ലി മറ്റു മൃഗങ്ങളുടെ രൂപം പ്രാപിക്കാൻ ഒടിയന് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രപരമായും തെളിവുകളൊന്നും ഇല്ലെങ്കിലും പഴയകാല നാടോടി കഥകളിലും അന്ധവിശ്വാസങ്ങളിലും പ്രധാന കഥാപാത്രമായിരുന്നു ഒടിയൻ. ചില പ്രത്യേകതരം മരുന്നുകൾ ശരീരത്ത് പുരട്ടി രഹസ്യ മന്ത്രങ്ങൾ ഉരുവിട്ട് ഒടിയൻ കാള, പോത്ത്, പുലി, നരി തുടങ്ങിയ മൃഗങ്ങളുടെ രൂപം പ്രാപിക്കാൻ കഴിവുണ്ടെന്നാണ് വിശ്വാസം. ഇപ്രകാരം രൂപം മാറുമ്പോൾ വിവസ്ത്രനായിരിക്കണം, ഒപ്പം ശുദ്ധി ഉണ്ടായിരിക്കണം എന്നും പറയപ്പെടുന്നു. പാണൻ പറയൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഒടിയന്മാരായി പ്രവർത്തിച്ചു വന്നത് എന്നും കരുതപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ഒടിയൻ രൂപം മാറുമ്പോൾ അവരെ കണ്ടുമുട്ടുന്ന ആളുകൾ ഭയന്ന് രോഗബാധിതരാകുന്നു. 20-ാം നൂറ്റാണ്ടിലെ മധ്യം വരെ ഒടിവിദ്യ എന്ന ഈ മിത്ത് നിലനിന്നിരുന്നു. ശത്രുക്കളെ ഒടിയൻ അറിഞ്ഞും അറിയാതെയും വകവരുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ചേച്ചി, ഈ ഒടിയന്മാർക്ക് ഈ അമാനുഷികമായ കഴിവുകളുണ്ടോ ശരിക്കും? അത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷെ അവർക്കൊരു അങ്ങനെ ഇന്ദ്രജാലം, മാജിക്കൽ പവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കും കേട്ടറിവും ഇതെല്ലാം ഉള്ളൂ. പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ആ സിനിമയൊക്കെ ഓർമ്മ വന്നു. ശരിക്കും നമ്മുടെ പ്രിയപ്പെട്ട നടനല്ലേ മോഹൻലാൽ, അത് ലാലേട്ടൻ്റെ ആ ഫിലിമിലത്തെ ഓരോ ചില സീനുകളൊക്കെ നമുക്ക് ശരിക്കും സ്ട്രൈക്കിംഗ് ആണ് അത് കാണുമ്പോൾ. അപ്പോൾ അത് മായാത്തൊരു ചിത്രമായാണ് മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഈ ഒടിയെന്ന് കേൾക്കുമ്പോൾ അപ്പം ഫസ്റ്റ് ഇമേജ് വരുന്നത് അതാണ് ശരിക്കും. ഓക്കെ മേഘ, NH എന്ന് കേട്ടിട്ടില്ലേ? നാഷണൽ ഹൈവേ. അതെ, അപ്പോൾ NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്ക് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് വൈൽഡ് ലൈഫ് ഒരു ഓവർ പാസ്സാണ്. അത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ് കടന്നു പോകുന്നത്. താഴെയൊക്കെ നമ്മുടെ വന്യജീവികൾ, വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ കൂടെ ഇവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഈ റോഡ് ഒരു 12 കിലോമീറ്റേഴ്സ് റോഡാണ് കടന്നു പോകുന്നത്.
അപ്പോൾ നമ്മൾ എപ്പോഴും ബഫർ സോൺസ് ഒക്കെ നമ്മളെപ്പോഴും പറയുമല്ലോ, കാരണം ഈ വന്യജീവികളൊക്കെ സംരക്ഷിക്കണം, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കണം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം. അപ്പോൾ അതുപോലത്തെ ഒരു എക്സാമ്പിളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ഇടനാഴി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ചു. വന്യജീവി സംരക്ഷണവും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും സമന്വയിപ്പിക്കുന്ന ഈ 12 കിലോമീറ്റർ ദൂരം നിർമ്മിക്കുന്നതിനുള്ള ഈ സുപ്രധാന നീക്കം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗമാണ്. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ദൂരത്തിൽ ഓവർപാസുകളും അണ്ടർപാസുകളും ഉൾപ്പെടുന്നു. ഇത് മൃഗങ്ങൾക്ക് സുരക്ഷിതമായി കടന്നുപോകുവാൻ സഹായിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ രീതികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇതിൽ ശബ്ദ തടസ്സങ്ങൾ, അതിർത്തി മതിലുകൾ, വിപുലമായ വൃക്ഷത്തൈ നടൽ എന്നിവ ഉൾപ്പെടുന്നു. വാഹന ഗതാഗതം മാത്രമല്ല, വന്യജീവികളുടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കടന്നുപോകൽ ഉറപ്പാക്കുന്ന തരത്തിലാണ് എക്സ്പ്രസ് വേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 500 മീറ്റർ നീളമുള്ള 5 പ്രത്യേക വന്യജീവി മേൽപ്പാലങ്ങളും 1.2 കിലോമീറ്റർ അണ്ടർപാസും ഈ മേഖലയിൽ ഉണ്ട്. ഇത് ഇന്ത്യയിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഇടനാഴികയായി മാറുന്നു. കടുവകൾ, കരടികൾ, ഉറുമ്പുകൾ, മറ്റു ജീവികൾ എന്നിവയാൽ പാരിസ്ഥിതികമായും സമ്പന്നമായ രത്തംബോറിനും ചമ്പൽ താഴ്വരയ്ക്കും ഇടയിലാണ് ഈ പാത തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ NHAIയുടെ റീജിയണൽ ഓഫീസ് ഒരു പ്രദീപ് അട്രി പറയുന്നുണ്ട്, ആ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേല 12 കിലോമീറ്റേഴ്സ് ഒത്തിരി ചാലഞ്ചസ് നിറങ്ങിയ ടൈമായിരുന്നു. കാരണം വെച്ചെങ്കിൽ ആ ഒരു ആനിമൽസിൻ്റെ ഒക്കെ ആവാസ വ്യവസ്ഥേനെ ഒന്നും കോട്ടം സൃഷ്ടിക്കാതെ വേണം അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ. പിന്നെ ആനിമൽസിനായാലും പലതരം സ്പീഷീസിലുള്ള വന്യജീവികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനൊന്നിനും വംശനാശം സംഭവിക്കാതെ ദോഷം ഉണ്ടാക്കാത്ത രീതിയിലാണ് അവരുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻഫർമേഷനാണ് അല്ലേ കുട്ടികൾക്ക്. ബ്രിഡ്ജിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു ടൈമിൽ ഇപ്പോൾ എല്ലാവരും ട്രിപ്പ് പോണത് മസനഗുഡി ഊട്ടിയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസും ട്രിപ്പും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്ര സേഫ് അല്ലാത്ത രീതിയിലായിരുന്നു അവർ വണ്ടി ഓടിച്ചുകൊണ്ട് വന്യജീവികളൊക്കെ റോട്ടിലേക്ക് പെട്ടെന്ന് കടന്നു വരും, അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ദൃശ്യങ്ങൾ പല രീതിയിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും കണ്ടുവരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, കേരളത്തിലും ഉണ്ടല്ലോ അല്ലേ, ഒരുപാട് ഈ കാട്ടാനകൾ വരുന്നു, വഴി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് കുറേ വിഷമകരമായ കുറേ വാർത്തകൾക്ക് നമ്മൾക്ക് വായിച്ചവരാണ്. പോലും ഈ ആനിമൽസിനെയും കൂടെ സേഫ് ചെയ്തിട്ടുള്ള രീതിക്കാണ് ഈ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവർ. നമുക്കും നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ. അതുപോലെ വന്യജീവികൾക്ക് ഒരു സംരക്ഷണവും നമുക്കും ഒരു സേഫ് ഡ്രൈവും ഉണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ നല്ല നല്ല സ്റ്റോറീസുമായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായി. അതെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും അല്ലേ, മുന്നോട്ടുള്ള എല്ലാ ഊർജ്ജവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള പ്രസൻറ്റഡ് ബൈ ഡോക്ടർ സിന്ധൂസ് സൗശ്രുതി ക്ലിനിക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.